പ്രിയമുള്ള കുഞ്ഞുങ്ങളെ, കെമിസ്ട്രി ക്ലാസ്സുകളിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് അതിൻ്റെ ഒന്നാമത്തെ അധ്യായമായ സം ബേസിക് കോൺസെപ്റ്റ്സ് ഓഫ് കെമിസ്ട്രി എന്ന് പറയുന്ന അധ്യായത്തിൻ്റെ ചില ബേസിക് കോൺസെപ്റ്റുകളെക്കുറിച്ചുള്ള ഡെഫിനേഷൻസും ഒക്കെ നമ്മൾ കണ്ടു. ജോൺ ഡാൾട്ടനെക്കുറിച്ചും മോൾ കോൺസെപ്റ്റ് എന്താണെന്നതിനെക്കുറിച്ചൊക്കെ നമ്മൾ വായിച്ചു. കെമിക്കൽ കോമ്പിനേഷൻ ലോകളെക്കുറിച്ചൊക്കെ നമ്മൾ പഠിച്ചു. മോൾ കോൺസെപ്റ്റിനെ കുറിച്ചുള്ള വിവിധങ്ങളായിട്ടുള്ള ചോദ്യങ്ങൾ നമ്മൾ ചെയ്ത് അതിൻ്റെ ഉത്തരങ്ങളെല്ലാം കണ്ടുപിടിച്ചിട്ടുണ്ട്. നാം ഇന്ന് പഠിക്കുവാൻ വേണ്ടിയിട്ട് പോകുന്നത് അതിൻ്റെ ബാക്കി ഭാഗമാണ്. അതായത് ഒന്നാമത്തെ ഭാഗം പെർസെൻറ്റേജ് കോമ്പോസിഷൻ. പെർസെൻറ്റേജ് കോമ്പോസിഷൻ ഇസ് ദ പെർസെൻറ്റേജ് ഓഫ് ഈച്ച് എലമെൻറ്റ് പ്രസൻറ്റ് ഇൻ എ ഗിവൺ കോമ്പൗണ്ട്. തന്നിരിക്കുന്ന ഒരു കോമ്പൗണ്ടിൽ ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള എലമെൻറ്റിൻ്റെ മാസിന് കൊടുക്കുന്ന കോൺട്രിബ്യൂഷൻ എത്ര, അതിനെയാണ് നമ്മൾ പെർസെൻറ്റേജ് കോമ്പോസിഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ പെർസെൻറ്റേജ് കോമ്പോസിഷൻ്റെ ഡെഫിനേഷൻ അവിടെ കൊടുത്തിട്ടുണ്ട്. പെർസെൻറ്റേജ് കോമ്പോസിഷൻ ഓഫ് എ കോമ്പൗണ്ട് റെഫേഴ്സ് ടു ദ എമൗണ്ട് ഓഫ് ഡിഫറെൻറ്റ് കോൺസ്റ്റിറ്റ്യൂവൻ്റ് എലമെൻറ്റ്സ് പ്രസൻറ്റ് ഇൻ 100 പാർട്സ് ബൈ മാസ് ഓഫ് ദ സബ്സ്റ്റൻസ്. മോളിക്കുലർ മാസിനെ 100-ലാക്കുമ്പോൾ ഓരോ എലമെൻറ്റിൻ്റെയും മാസിന് കൊടുക്കുന്ന കോൺട്രിബ്യൂഷൻ എത്ര, അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇക്വേഷനാണ് മാസ് പെർസെൻറ്റേജ് ഓഫ് എലമെൻറ്റ് ഇസ് ഈക്വൽ ടു മാസ് ഓഫ് ദ എലമെൻറ്റ് ഇൻ ദ കോമ്പൗണ്ട് ഡിവൈഡഡ് ബൈ മോളിക്കുലർ മാസ് ഇൻറ്റു 100. അതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ചോദ്യം അതിനോടൊപ്പം തന്നിട്ടുണ്ടായിരുന്നു. കാൽക്കുലേറ്റ് ദ പെർസെൻറ്റേജ് കോമ്പോസിഷൻ ഓഫ് ദ വേരിയസ് എലമെൻറ്റ്സ് ഇൻ മഗ്നീഷ്യം സൾഫേറ്റ്. മോളിക്കുലർ മാസ് കണ്ടുപിടിക്കുക. ഓരോ എലമെൻറ്റിൻ്റെയും അറ്റോമിക് മാസുകൾ എഴുതി കൂട്ടുന്നു. 24+, സൾഫറിൻ്റെത് 32+, ഓക്സിജൻ്റെത് 16 ഇൻറ്റു 4, ടോട്ടൽ 120 മോളിക്കുലർ മാസ് ഓഫ് മഗ്നീഷ്യം സൾഫേറ്റ്. ആ മഗ്നീഷ്യം സൾഫേറ്റിൽ ഓരോ എലമെൻറ്റിൻ്റെയും കോൺട്രിബ്യൂഷൻ എത്രയാണ്? ആദ്യം മഗ്നീഷ്യം എടുക്കുക. പെർസെൻറ്റേജ് കോമ്പോസിഷൻ ഓഫ് മഗ്നീഷ്യം ഇസ് ഈക്വൽ ടു 24 ഡിവൈഡ് ബൈ 120 ഇൻറ്റു 100, 20%. പെർസെൻറ്റേജ് കോമ്പോസിഷൻ ഓഫ് സൾഫർ ഇസ് ഈക്വൽ ടു 32 ഡിവൈഡ് ബൈ 120 ഇൻറ്റു 100, 26.67. ഓക്സിജൻ്റെതാവുമ്പോൾ 64 ഡിവൈഡ് ബൈ 120 ഇൻറ്റു 100, 53.33%. ഇനി അടുത്ത ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു 2 ചോദ്യം കൂടി നിങ്ങൾക്ക് തരികയാണ്. നിങ്ങളത് സമയം പോലെ അത് ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റുമെങ്കിൽ കണ്ടുപിടിക്കുക. സംശയമുണ്ടെങ്കിൽ എന്നെ വിളിച്ചു ചോദിക്കുക. കാൽക്കുലേറ്റ് ദ പെർസെൻറ്റേജ് കോമ്പോസിഷൻ ഓഫ് ഓക്സിജൻ ആൻഡ് ഹൈഡ്രജൻ ഇൻ വാട്ടർ H2O. H2Oയുടെ മോളിക്കുലർ മാസ് എന്ന് പറയുന്നത് 18 ഗ്രാമാണ്. ആ 18 ഗ്രാമിൽ ഓരോ എലമെൻറ്റിൻ്റെയും കോൺട്രിബ്യൂഷൻ എത്രയാണ്, അത് കണ്ടുപിടിക്കുക. രണ്ടാമത്തെ ഒരു ചോദ്യം, കാൽക്കുലേറ്റ് ദ പെർസെൻറ്റേജ് കോമ്പോസിഷൻ ഓഫ് കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ ഇൻ C12H22O11. C12H22O11 എന്ന് പറയുമ്പോഴത്തേക്ക് കെയിൻ ഷുഗറിനകത്ത് ഓരോ എലമെൻറ്റിൻ്റെ കോൺട്രിബ്യൂഷൻ എത്രയാണ്? അടുത്ത വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഇംപിരിക്കൽ ആൻഡ് മോളിക്കുലർ ഫോർമുല. ഇംപിരിക്കൽ ആൻഡ് മോളിക്കുലർ ഫോർമുല. ഇംപിരിക്കൽ ഫോർമുല എന്ന് പറയുന്നത് മോളിക്കുലാർ ഫോർമുലയുടെ അസ്ഥികൂടത്തിനെ, സ്കെലറ്റനെ വിളിക്കുന്ന പേരാണ് എന്ത്? ഇംപിരിക്കൽ ഫോർമുല. ഇംപിരിക്കൽ ഫോർമുലയെ നമ്മൾ ഫ്ലഷ് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ, അതിന് മാംസം വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അത് മോളിക്കുലർ ഫോർമുലയായിട്ട് മാറും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അതിൻ്റെ അർത്ഥം കിടപ്പുണ്ട്. ഇംപിരിക്കൽ ഫോർമുലയെ നമ്മളൊരു നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ അത് മോളിക്കുലർ ഫോർമുലയായിട്ട് മാറും. മോളിക്കുലർ ഫോർമുലയെ ഒരു പർട്ടിക്കുലർ നമ്പർ കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഇംപിരിക്കൽ ഫോർമുലയായിട്ട് മാറും. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഓരോന്നിൻ്റെ ഡെഫിനേഷൻസ് നമുക്ക് നോക്കാം. എല്ലാ പരീക്ഷയ്ക്കും സ്ഥിരമായിട്ട് ഈ ഒരു ഭാഗത്ത് നിന്നിട്ടുള്ള ചോദ്യം, അതിൻ്റെ പ്രോബ്ലം ചോദിക്കാറുണ്ട് ഫസ്റ്റ് ഇയറിൽ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ ഇംപിരിക്കൽ ഫോർമുലയുടെ ഡെഫിനേഷൻ ഒന്ന് നോക്കാം. ഇംപിരിക്കൽ ഫോർമുല റെപ്രസെൻറ്റ്സ് ദ സിംപ്ലസ്റ്റ് ഹോൾ നമ്പർ റേഷ്യോ ഓഫ് വേരിയസ് ആറ്റംസ് പ്രസൻറ്റ് ഇൻ ദ കോമ്പൗണ്ട്. തന്നിരിക്കുന്ന കോമ്പൗണ്ടിനകത്ത് ഏതൊക്കെ എലമെൻറ്റുകളാണുള്ളത്, ആ എലമെൻറ്റുകൾ പ്രസൻ്റ് ആയിരിക്കുന്നതിൻ്റെ സിംപ്ലസ്റ്റ് ഹോൾ നമ്പർ റേഷ്യോ എടുക്കുന്നു. ആ സിംപ്ലസ്റ്റ് ഹോൾ നമ്പർ റേഷ്യോയെ വിളിക്കുന്ന പേരാണ് ഇംപിരിക്കൽ ഫോർമുല എന്ന് പറയും. അങ്ങനെയാണ് ഈ മോളിക്കുലർ ഫോർമുല എന്താണ്? മോളിക്കുലർ ഫോർമുല ഓഫ് എ കോമ്പൗണ്ട് റെപ്രസെൻറ്റ്സ് ദ ആക്ച്വൽ നമ്പർ ഓഫ് ആറ്റംസ് ഓഫ് ഡിഫറെൻറ്റ് എലമെൻറ്റ്സ് പ്രസൻറ്റ് ഇൻ 1 മോളിക്യൂൾ ഓഫ് ദ കോമ്പൗണ്ട്. ഒരു കോമ്പൗണ്ടിനകത്ത് ഏതൊക്കെ എലമെൻറ്റുകളുണ്ട് അവരുടെ എക്സാക്റ്റ് നമ്പറോട് കൂടി തന്നെ അവതരിപ്പിച്ചിരിക്കുകയാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? മോളിക്കുലർ ഫോർമുല. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. HO present for empirical formula and H2O2 represents the molecular formula of hydrogen peroxide. വേറൊരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. ദ മോളിക്കുലർ ഫോർമുല ഓഫ് ബെൻസീൻ C6H12. അതിൻ്റെ ഇംപിരിക്കൽ ഫോർമുല എടുത്തു കഴിഞ്ഞാൽ ഈ ബെൻസീനെ C6H6നെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? CH എന്ന് കിട്ടും. അതാണ് അതിൻ്റെ അസ്ഥികൂടം CH. അതുപോലെ കഴിഞ്ഞ മാർച്ച് മാസത്തെ പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യമാണ് ഫൈൻഡ് ഔട്ട് ദ ഇംപിരിക്കൽ ഫോർമുല ഓഫ്
C2H4. C2H4ൻ്റെ ഇംപിരിക്കൽ ഫോമുല എത്രയാണ്? C2H4ൻ്റെ ഇംപിരിക്കൽ ഫോമുല എന്ന് പറയുമ്പോൾ CH2, ഒരു 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അപ്പോൾ CH2. അപ്പോൾ അതുപോലെ ഇംപിരിക്കൽ ഫോമുല നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. മോളിക്കുലർ ഫോമുല ഓഫ് എ ഗിവൺ കോമ്പൗണ്ട് ഈസ് എ സിമ്പിൾ മൾട്ടിപ്പിൾ ഓഫ് ഇംപിരിക്കൽ ഫോമുല ഓഫ് ദ കോമ്പൗണ്ട്. ഇതും പരീക്ഷയ്ക്ക് ചോദിച്ച ഒരു ചോദ്യമാണ്. എങ്ങനെയാണ് മോളിക്കുലർ ഫോമുലയും ഇംപിരിക്കൽ ഫോമുലയും തമ്മിൽ ബന്ധപ്പെട്ടിരിക്കുന്നത്? മോളിക്കുലർ ഫോമുല ഇസ് ഈക്വൽ ടു N ഇൻറ്റു ഇംപിരിക്കൽ ഫോമുല. അപ്പോൾ ആ N ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ദ വാല്യൂ ഓഫ് N ക്യാൻ ബി കാൽക്കുലേറ്റഡ് ബൈ N ഇസ് ഈക്വൽ ടു യഥാർത്ഥത്തിലുള്ള മോളിക്കുലർ മാസ് ഡിവൈഡഡ് ബൈ നമുക്ക് ഒരു കണക്ക് ചെയ്ത് കിട്ടുന്ന ഇംപിരിക്കൽ ഫോമുല മാസ്. ഇപ്പോൾ മോളിക്കുലർ മാസിനെ ഇംപിരിക്കൽ ഫോമുല മാസ് കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് N കിട്ടും. ആ Nനെ നമുക്ക് നേരത്തെ കിട്ടിയ ഇംപിരിക്കൽ ഫോമുല കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് യഥാർത്ഥത്തിലുള്ള അതിൻ്റെ മോളിക്കുലർ ഫോമുല നമുക്ക് ലഭിക്കും. ഇഫ് ദ വേപ്പർ ഡെൻസിറ്റി ഈസ് ഗിവൺ, വേപ്പർ ഡെൻസിറ്റിയാണ് തന്നിരിക്കുന്നതെങ്കിൽ മോളിക്കുലർ മാസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് മോളിക്കുലർ മാസ് ഇസ് ഈക്വൽ ടു 2 ഇൻറ്റു വേപ്പർ ഡെൻസിറ്റി. അതൊന്ന് ബോക്സ് വരച്ച് എഴുതിയിടുക. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് 2018 ചോദിച്ച ഒരു ചോദ്യമാണ്. ഹൗ മോളിക്കുലർ മാസ് ആൻഡ് വേപ്പർ ഡെൻസിറ്റി ആർ റിലേറ്റഡ്. മോളിക്കുലർ മാസ് ഇസ് ഈക്വൽ ടു 2 ഇൻറ്റു വേപ്പർ ഡെൻസിറ്റി. ഇനി ഇതിൻ്റെ സ്റ്റെപ്പുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ഒന്നുമല്ല, എങ്കിലും നമ്മൾ ഒരു കണക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ രീതി അനുസരിച്ച് അതിൻ്റെ സ്റ്റെപ്പുകളൊന്ന് അറിഞ്ഞിരിക്കുക. കാണാൻ പഠിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. സ്റ്റെപ്സ് ഫോർ കാൽക്കുലേറ്റിംഗ് ഇംപിരിക്കൽ ആൻഡ് മോളിക്കുലർ ഫോമുല. First one, the percentage of each element is divided by its atomic mass to get the relative number of various atoms present in one molecule of the compound. Second one, the relative number of atoms are then divided by the smallest value of the relative number of atoms to get the simplest ratio of the atoms and various elements. Third one, the simplest ratio is converted to the nearest whole number ratio by multiplying with a suitable integer if needed. D, write the empirical formula. Then fifth one, find the value of N. Then sixth one, write down the molecular formula of the compound. ഇതൊരു ജനറൽ ആയിട്ടുള്ള ഒരു പിക്ചറാണ് തന്നിരിക്കുന്നത്. നമുക്കൊന്ന് ഇതിലേക്ക് കടക്കാൻ വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. പ്രോബ്ലം. An organic compound on analysis gave the following results. Carbon is equal to 57.8%. Hydrogen is equal to 3.6% and rest is oxygen. 100% എടുക്കുകയാണെങ്കിൽ അത് 57.8% കാർബൺ, 3.6% ഹൈഡ്രജൻ, ബാക്കിയുള്ള എല്ലാം ഓക്സിജൻ. Determine the molecular formula of the compound if the vapor density of the compound was given to be 83. അങ്ങനെയാണെങ്കിൽ നോക്കി, നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ തന്നിരിക്കുന്ന കാര്യങ്ങളെല്ലാം അവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഒരു 5 കോളങ്ങളാണ് വരയ്ക്കേണ്ടത്. 5 കോളങ്ങൾ. അത് ഞാൻ തൊട്ട് താഴെ ഉള്ള നോട്ടിനകത്ത് അത് തന്നിട്ടുണ്ട്. 5 കോളങ്ങൾ ഉണ്ട്. ആ 5 കോളത്തിനകത്ത് നമ്മൾ കൊടുക്കേണ്ടത്, ഒന്നാമത്തെ കോളത്തിനകത്ത് എലമെൻറ്റ്, ഏതൊക്കെ എലമെൻറ്റ് തന്നിരിക്കുന്നു അതുപോലെ എഴുതുക. 2, പെർസെൻറ്റേജ്, തന്നിരിക്കുന്ന പെർസെൻറ്റേജ് എത്ര, ആ പെർസെൻറ്റേജിനെ നമുക്ക് W എന്നുകൊണ്ട് സൂചിപ്പിക്കാം. W. അറ്റോമിക് മാസ്, അവിടെ വരെ ഒരു കുഞ്ഞുങ്ങൾ നമുക്ക് പറഞ്ഞു തരട്ടെ, നമ്മൾ കൃത്യമായിട്ട് നമുക്കറിയാവുന്ന അറ്റോമിക് മാസ്, ഓരോ എലമെൻറ്റിൻ്റെ അറ്റോമിക് മാസസ് എഴുതുക. അത് കഴിഞ്ഞിട്ട് N ഇസ് ഈക്വൽ ടു, നമുക്കറിയാം മോൾ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഇക്വേഷൻ N ഇസ് ഈക്വൽ ടു W/M. അപ്പോൾ ആ തന്നിരിക്കുന്ന ഓരോ Wനെയും M കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 24.27 ഡിവൈഡ് ബൈ 12, 2.02. 4.08 ഡിവൈഡ് ബൈ 1, 4.08. 71.65 ഡിവൈഡ് ബൈ 35.5, 2.018. ദാറ്റ് ഈസ് ഈക്വൽ ടു 2.02. ഇനി അടുത്ത ചെയ്യേണ്ട 5ാമത്തെ കോളത്തിൽ നമ്മൾ ചെയ്യേണ്ടത് ലീസ്റ്റ് ഹോൾ നമ്പർ റേഷ്യോ കണ്ടുപിടിക്കുക. ലീസ്റ്റ് ഹോൾ നമ്പർ ഈ തന്നിരിക്കുന്നതിനകത്ത്, അതായത് 2.02, 4.08, 2.018, അതിൽ ഏറ്റവും കുറഞ്ഞ നമ്പർ ഏതാണെന്ന് കണ്ടുപിടിക്കുക. ഏറ്റവും കുറഞ്ഞ നമ്പർ എന്ന് പറയുന്നത് 2.02 തന്നെയാണ്. ആ നമ്പർ കൊണ്ട് ത്രൂ ഔട്ട് നമ്മൾ ഈ എല്ലാ നമ്പേഴ്സിനെ എന്ത് ചെയ്യണം? ഡിവൈഡ് ചെയ്യണം. 2.02 divided by 2.02, that is equal to 1. 4.08 divided by 2.02, that is equal to 2. 2.02 divided by 2.02, that is equal to 1. അപ്പോൾ നമുക്ക് ലീസ്റ്റ് ഹോൾ നമ്പർ റേഷ്യോ കിട്ടി. കാർബണിൻ്റെത് 1, ഹൈഡ്രജൻ്റെത് 2, ക്ലോറിൻ്റെത് 1. അങ്ങനെയാണെങ്കിൽ ഇംപിരിക്കൽ ഫോർമുല ഇസ് ഈക്വൽ ടു CH2Cl എന്ന് കിട്ടും. CH2Cl, അത് ഇംപിരിക്കൽ ഫോർമുലയാണ്. നമുക്കിനി അതിന് ഫ്ലഷ് വെച്ച് കൊടുക്കണം, അതിന് മാംസം വെച്ച് കൊടുക്കണം.
അപ്പോൾ അതിനു വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് എൻ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. എൻ കണ്ടുപിടിക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ എംപിരിക്കൽ ഫോർമുല മാസ് കണ്ടുപിടിക്കുന്നു. കാർബണിൻ്റെ 12 പ്ലസ് ഹൈഡ്രജൻ്റെത് 1, അതിൻ്റെ 2 ആറ്റങ്ങളുണ്ട് 2 × 1 പ്ലസ് ക്ലോറിൻ്റെത് 35.5 × 1, ഒരു ക്ലോറിനേ ഉള്ളൂ. അതുകൊണ്ട് ടോട്ടൽ 49.5 ഗ്രാം. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടതിന് തന്നിരിക്കുന്ന മറ്റൊരു ഹിൻ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ മോളിക്കുലർ മാസ് നേരിട്ട് തന്നിരിക്കുന്നു. ഇത് വേറൊരു ചോദ്യമാണ്. മോളിക്കുലർ മാസ് നേരിട്ട് തന്നിരിക്കുന്നു. മോളിക്കുലർ മാസ് 98.96. നമുക്ക് കിട്ടിയത് എംപിരിക്കൽ ഫോർമുല എന്ന് പറയുന്നത് 49.5 എന്ന് കിട്ടി. മോളിക്കുലർ മാസ് ഇസ് ഈക്വൽ ടു 98.96. ദെർഫോർ എൻ അല്ലെങ്കിൽ എക്സ് ഒരു നമ്പർ ആയതുകൊണ്ട് നമ്മൾ അതിനെ എക്സ് എന്നോ എൻ എന്നോ കൊടുക്കാം. അപ്പോൾ എക്സ് ഇസ് ഈക്വൽ ടു മോളിക്കുലർ മാസ് ഡിവൈഡ് ബൈ എംപിരിക്കൽ ഫോർമുല മാസ് 98.96 ഡിവൈഡ് ബൈ 49.5, ദാറ്റ് ഇസ് ഈക്വൽ ടു 2. ഇനി നമ്മൾ അടുത്ത് എന്ത് ചെയ്യണം? ഈ കിട്ടിയ നമ്പറിനെ എംപിരിക്കൽ ഫോർമുല കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മോളിക്കുലർ ഫോർമുല കിട്ടും. മോളിക്കുലർ ഫോർമുല ഇസ് ഈക്വൽ ടു എക്സ് ഇൻറ്റു എംപിരിക്കൽ ഫോർമുല എംപിരിക്കൽ ഫോർമുല 2 ഇൻറ്റു CH2Cl. ആ 2 കൊണ്ട് ത്രൂ ഔട്ട് അങ്ങ് മൾട്ടിപ്ലൈ ചെയ്യുക. നമുക്ക് കിട്ടുന്ന ഫോർമുല എന്ന് പറയുന്നത് C2H4Cl2. അപ്പോൾ എംപിരിക്കൽ ഫോർമുല നമുക്ക് കിട്ടി, മോളിക്കുലർ ഫോർമുല കിട്ടി. ഇനി നമ്മൾ നേരത്തെ തന്ന ഒരു ചോദ്യം ഉണ്ടായിരുന്നു. നേരത്തെ ഒരു ചോദ്യം എന്ന് പറയുന്നത് ഏറ്റവും ആദ്യത്തെ ചോദ്യം, അതായത് എംപിരിക്കൽ ഫോർമുലയുടെ ഡെഫിനിഷനോട് ചേർന്നുള്ള ചോദ്യം. അതിൽ നമുക്ക് വേപ്പർ ഡെൻസിറ്റിയാണ് തന്നിരിക്കുന്നത്. ഇനി ഇവരുടെ ഹോൾ നമ്പർ റേഷ്യോ നമുക്ക് കിട്ടിയിരിക്കുന്നത് കാർബണിൻ്റെത് 4, ഹൈഡ്രജൻ്റെത് 3, ഓക്സിജൻ്റെത് 2 എന്ന് കിട്ടി. നമുക്കതിൻ്റെ ഫോർമുല എന്ന് പറയുന്നത് എംപിരിക്കൽ ഫോർമുല ഇസ് ഈക്വൽ ടു C4H3O2. അതിൻ്റെ മാസ് കണ്ടുപിടിക്കുക, എംപിരിക്കൽ ഫോർമുല മാസ് കണ്ടുപിടിക്കുക. അപ്പോൾ ഓരോരുത്തരുടെയും അറ്റോമിക് മാസസ് എഴുതി കൂട്ടുന്നു. C12 ആണ്, 12 × 4 പ്ലസ് 3 × 1 പ്ലസ് 2 × 16, ദാറ്റ് ഇസ് ഈക്വൽ ടു 83. ഇനി മോളിക്കുലർ മാസും വേപ്പർ ഡെൻസിറ്റിയും തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത് മോളിക്കുലർ മാസിൻ്റെ മാസ് കിട്ടണമെങ്കിൽ നമുക്ക് വേപ്പർ ഡെൻസിറ്റി 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. മോളിക്കുലർ മാസ് ഇസ് ഈക്വൽ ടു 2 × വേപ്പർ ഡെൻസിറ്റി. അപ്പോൾ 2 × 83, ദാറ്റ് ഈസ് ഈക്വൽ ടു 166. അപ്പോൾ മോളിക്കുലർ മാസ് നമുക്ക് കിട്ടിയിട്ടുണ്ട് 166. നമുക്ക് കിട്ടിയ എംപിരിക്കൽ ഫോർമുല എന്ന് പറയുന്നത് 83 ഉള്ളൂ. അതുകൊണ്ട് എൻ അല്ലെങ്കിൽ എക്സ് ഇസ് ഈക്വൽ ടു 166 ഡിവൈഡ് ബൈ 83, ദാറ്റ് ഇസ് ഈക്വൽ ടു 2. ഇപ്പോൾ മോളിക്കുലർ ഫോർമുല ഇസ് ഈക്വൽ ടു 2 × എംപിരിക്കൽ ഫോർമുല C4H3O2, ദാറ്റ് ഇസ് ഈക്വൽ ടു C8H6O4. ഇനി നമുക്ക് വേറൊരു പ്രോബ്ലം നമുക്കൊന്ന് ചെയ്തു നോക്കാം. ഇതൊക്കെ പഴയ ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ കാണുന്ന ചോദ്യങ്ങളാണ്, പരീക്ഷയ്ക്ക് ചോദിക്കാവുന്ന ചോദ്യങ്ങളാണ്. അപ്പോൾ നമുക്കൊരു മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. മൂന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് 2.38 gram of uranium was strongly heated in a current of air. The weight of the resulting oxide is 2.806 gram. Determine the empirical formula of the oxide. Atomic mass of uranium is equal to U is equal to 238 gram. ഓക്സിജൻ്റെത് 16. അങ്ങനെയാണ് നമുക്ക് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. പെർസെൻറ്റേജ്, ഓരോരുത്തരുടെ പെർസെൻറ്റേജ് കോമ്പോസിഷൻ കണ്ടുപിടിക്കുക. പെർസെൻറ്റേജ് കോമ്പോസിഷൻ കണ്ടുപിടിക്കേണ്ട ആവശ്യം വന്നത് ഇത് യുറേനിയത്തിൻ്റെ ഓക്സൈഡാണ് തന്നിരിക്കുന്നത്. 2.38 ഗ്രാമിലാണ് തന്നിരിക്കുന്നത്. അതിനെ പെർസെൻറ്റേജിലേക്ക് കൺവേർട്ട് ചെയ്യണം. പെർസെൻറ്റേജിലേക്ക് കൺവേർട്ട് ചെയ്യാൻ എന്ത് ചെയ്യണം? 2.38നെ 2.80 യഥാർത്ഥത്തിലുള്ള മാസ് 2.38 ഡിവൈഡ് ബൈ 2.806 ഇൻറ്റു 100, ദാറ്റ് ഈസ് 84.82% യുറേനിയം അതിനകത്തുണ്ട്. ഇനി ഓക്സിജൻ്റെ പെർസെൻറ്റേജ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? 100-ൽ നിന്നിട്ട് ആ ഒരാളുടെ കോൺട്രിബ്യൂഷൻ നമ്മളങ്ങ് മൈനസ് ചെയ്താൽ മതി. 15.18% ഓക്സിജനുമുണ്ട്. ഇനി നമുക്ക് വേണ്ടുന്നത് 5 കോളങ്ങളാണ്. 1 എലമെൻ്റ് എഴുതി, 2 പെർസെൻറ്റേജ് എഴുതി, 3 അറ്റോമിക് മാസ് എഴുതി, 4 N is equal to W/M എന്ന് എഴുതി. അഞ്ചാമത്തേനകത്ത് ലീസ്റ്റ് ഹോൾ നമ്പർ റേഷ്യോ. ആദ്യം യുറേനിയം 84.82, അറ്റോമിക് മാസ് എന്ന് പറയുന്നത് 238. അങ്ങനെയാണെങ്കിൽ N is equal to 84.82 ഡിവൈഡ് ബൈ 238, ദാറ്റ് ഈസ് ഈക്വൽ ടു 0.356. ലീസ്റ്റ് ഹോൾ നമ്പർ റേഷ്യോ പിന്നീട് എഴുതാം. ആദ്യം ഓക്സിജൻ 15.18, അറ്റോമിക് മാസ് 16, 15.18 ഡിവൈഡ് ബൈ 16, N കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് 0.94. ഇനി ഇതിൽ ഈ രണ്ട് നമ്പേഴ്സിൽ, അതായത് 0.356-ലും 0.94-ലും ഏറ്റവും ലീസ്റ്റ് നമ്പർ എടുക്കുക, എന്നിട്ട് ത്രൂ ഔട്ട് ഡിവൈഡ് ചെയ്യുക. അങ്ങനെ നമുക്ക് ലീസ്റ്റ് ഹോൾ നമ്പർ റേഷ്യോ കണ്ടുപിടിക്കാം. 0.356 ഡിവൈഡ് ബൈ 0.356, ദാറ്റ് ഈസ് ഈക്വൽ ടു 1. അതുപോലെ 0.94 ഡിവൈഡ് ബൈ 0.356, 2.6. ഇനി നമുക്ക്
ഒന്ന് ഫ്രാക്ഷനായിട്ടും കിട്ടി, ഒന്ന് ഹോൾ നമ്പറുമായിട്ട് കിട്ടി. നമുക്ക് ഫ്രാക്ഷനെ നമുക്കൊന്ന് ഹോൾ നമ്പർ ആക്കണം. ഫ്രാക്ഷനെ ഹോൾ നമ്പർ ആക്കാൻ വേണ്ടിയിട്ട് ആദ്യം നമ്മൾ 2.64നെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കി. അപ്പോൾ ഓക്സിജൻ്റെത് 7.9 എന്ന് കിട്ടി, റൗണ്ട് ചെയ്യുമ്പോൾ 8 എന്ന് കിട്ടി, 8. അപ്പോൾ യുറേനിയത്തിന് നമ്മൾ ഇവിടെ കൊടുത്ത അതേ നമ്പർ തന്നെ അവിടെയും മൾട്ടിപ്ലൈ ചെയ്യണം, അപ്പോൾ 3 എന്ന് കിട്ടി. അപ്പോൾ ഇംപിരിക്കൽ ഫോർമുല ഈസ് ഈക്വൽ ടു U3O8. U3O8. ഇനി അടുത്ത നമ്മൾ നോക്കേണ്ടത് വേറൊരു ചോദ്യം. എ സോൾട്ട് കണ്ടെയ്നിങ് വാട്ടർ ഓഫ് ക്രിസ്റ്റലൈസേഷൻ ഗേവ് ദ ഫോളോയിങ് പെർസെൻറ്റേജ് കോമ്പോസിഷൻ. മഗ്നീഷ്യം is equal to 9.76%, sulfur is equal to 13.01%, oxygen is equal to 26.01%, and H2O വാട്ടർ ഓഫ് ക്രിസ്റ്റലൈസേഷൻ ആയതുകൊണ്ട് വാട്ടർ ഒരു മോളിക്യൂളായിട്ട് തന്നെ ആ കോമ്പൗണ്ടിൻ്റെ കൂടെ അറ്റാച്ച്ഡ് ആയിരിക്കും. അപ്പോൾ H2O is equal to 51.22%. കാൽക്കുലേറ്റ് ദ ഇംപിരിക്കൽ ഫോർമുല. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് 5 കോളങ്ങൾ വരയ്ക്കുക. പുസ്തകങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ നമുക്ക് കൺഫ്യൂസിങ് ആയിട്ടുള്ള ഒരു ടേബിളായിരിക്കും തരുന്നത്. നമുക്ക് അതൊക്കെ മാറ്റിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഒരു 5 കോളങ്ങളുള്ള ഈ ഒരു ടേബിൾ വരച്ച് പിടിക്കുക. ഏതൊക്കെ എലമെൻറ്റുകൾ തന്നിട്ടുണ്ട്? മഗ്നീഷ്യം, സൾഫർ, ഓക്സിജൻ, അതിൻ്റെ കൂടെ വാട്ടർ H2O. അതൊരു കോമ്പൗണ്ടാണ്, പക്ഷേ നമ്മൾ എലമെൻറ്റിൻ്റെ കോളത്തിലാണ് അത് എഴുതുന്നത്. പെർസെൻറ്റേജ് W is equal to മഗ്നീഷ്യൻ്റെ 9.76, സൾഫർ 13.01, ഓക്സിജൻ 26.01, H2O 51.22. ഇനി ഓരോരുത്തരുടെ അറ്റോമിക് മാസസ് നമ്മൾ അവിടെ കാൽക്കുലേറ്റ് അത് നമ്മൾ ടേബിൾ നോക്കി എഴുതുക. അത് കഴിഞ്ഞാൽ നാലാമത്തെ കോളം എന്ന് പറയുന്നത് N is equal to W/M. 9.76 divided by 24, that is equal to 0.406. അതുപോലെ സൾഫറിൻ്റെത് 13.01 divided by 32, that is equal to 0.406. അടുത്ത ഓക്സിജൻ്റെത് എടുക്കുമ്പോൾ 26.01 divided by 16, 1.625. അടുത്ത വാട്ടറിൻ്റെ എടുക്കുമ്പോൾ 51.22 divided by 18, that is equal to 2.845. ഇനി നമ്മൾ ഹോൾ നമ്പർ റേഷ്യോ എടുക്കുക. ഈ തന്നിരിക്കുന്ന 4 വാല്യൂസിൽ ഏറ്റവും കുറഞ്ഞ വാല്യൂക്കാരനെ എടുത്ത് ത്രൂ ഔട്ട് ഡിവൈഡ് ചെയ്യുക. 0.406 divided by 0.406, that is equal to 1. 0.406 divided by 0.406 is equal to 1. 1.625 divided by 0.406, that is equal to 4. അതുപോലെ 2.845 divided by 0.406, that is equal to 7. നമുക്ക് ഇംപിരിക്കൽ ഫോർമുല കിട്ടുന്നത് മഗ്നീഷ്യം 1, സൾഫർ 1, ഓക്സിജൻ 4, പിന്നെ കോമ്പൗണ്ട് അതുപോലെ എഴുതുക. അതിൻ്റെ തൊട്ട് മുമ്പിലായിട്ട് ആ തന്നിരിക്കുന്ന നമ്പറിനെ എഴുതുക, അതിൻ്റെ കോഎഫിഷ്യൻ്റ് ആയിട്ട് എഴുതുക 7H2. ഇനി അടുത്ത ചോദ്യങ്ങൾ നിങ്ങൾക്ക് ഹോംവർക്കായിട്ട് ചെയ്തു നോക്കാം. സംശയമുണ്ടെങ്കിൽ ചോദിച്ചാൽ മതി. അടുത്തത് മോളിക്കുലർ മാസിങ് തന്നിട്ടുണ്ട്, 150 ഗ്രാം തന്നിട്ടുണ്ട്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് മോളിക്കുലർ ഫോർമുലയാണ് കണ്ടുപിടിക്കണം. ആദ്യം നമുക്ക് അതിൻ്റെ ഇംപിരിക്കൽ ഫോർമുല കണ്ടുപിടിക്കണം. ഇംപിരിക്കൽ ഫോർമുല കണ്ടുപിടിച്ചതിന് ശേഷം ഇംപിരിക്കൽ ഫോർമുല കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത്, നിങ്ങൾക്ക് തെറ്റിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അതിൻ്റെ ഉത്തരം പറയുകയാണ്, ചെയ്തു നോക്കുക. ഇംപിരിക്കൽ ഫോർമുല ഈസ് ഈക്വൽ ടു C2H3O3 എന്ന് കിട്ടും. C2H3O3 എന്ന് കിട്ടും ഇംപിരിക്കൽ ഫോർമുല. അതിനെ നമുക്ക് മോളിക്കുലർ ഫോർമുലയിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് കിട്ടുന്നത് C4H6O6, C4H6O6, C4H6O6. ഇനി അടുത്ത ഒരു ടോപ്പിക് എന്ന് പറയുന്നത് സ്റ്റോഷ്യോമെട്രി ആൻഡ് സ്റ്റോഷ്യോമെട്രിക് കാൽക്കുലേഷൻസ് എന്നുള്ളതാണ്. പേര് തന്നെ നിങ്ങൾക്ക് ചിലപ്പോൾ പ്രശ്നം കൊണ്ടാകാം, പക്ഷേ അതിലൊന്നുമില്ല. നമ്മളൊരു കെമിക്കൽ ഇക്വേഷൻ എഴുതുമ്പോഴത്തേക്ക് ആ ഇക്വേഷനെ കോഎഫിഷ്യൻ്റോടുകൂടി ഏത് അവസ്ഥയിലുള്ള റിയാക്റ്റൻസ് ആണോ പ്രോഡക്ട്സ് ആണോ എന്ന് അതിൻ്റെ ചുവടെ ചേർത്തുകൊണ്ട് എഴുതി വയ്ക്കുന്നതിനെ വിളിക്കുന്ന പേരാണ് സ്റ്റോഷ്യോമെട്രി. അപ്പോൾ നമുക്ക് അതിൻ്റെ ഡെഫിനേഷൻ നോക്കാം. ദ വേർഡ് സ്റ്റോഷ്യോമെട്രി ഈസ് ഡിറൈവ്ഡ് ഫ്രം 2 Greek words, സ്റ്റോഷ്യോ, ദാറ്റ് മീൻസ് എലമെൻറ്റ്, ആൻഡ് മെട്രോൺ. മെട്രോൺ മീൻസ് മെഷർ. ഇപ്പോൾ രണ്ടുകൂടെ ചേർത്ത് വായിക്കുമ്പോൾ എലമെൻസിൻ്റെ മെഷർ. It deals with the calculation of masses and volume of the reactants and products in a chemical reaction. A stoichiometric equation is always balanced. Balanced ആയിട്ടുള്ള ഇക്വേഷൻ ആണ് സ്റ്റോഷ്യോമെട്രിക് ഇക്വേഷൻസ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ നോക്കി, മീഥേൻ CH4, അത് ഗേഷ്യസ് സ്റ്റേറ്റിൽ ഇരിക്കുന്നു, അത് ഓക്സിജനുമായിട്ട് പ്രവർത്തിക്കുന്നു. 2O2, അതും ഗ്യാസാണ്. അതായത് മീഥേൻ കത്തുന്നു, ഓക്സിജനുമായിട്ട് കമ്പസ്റ്റിന് വിധേയമാകുന്നു. ഗിവ്സ് കാർബൺ ഡൈ ഓക്സൈഡ് CO2 ഗ്യാസ് പ്ലസ് 2H2O ഗ്യാസ്.
ഏതൊരു ഓർഗാനിക് കാർബൺ അടങ്ങിയിട്ടുള്ള ഏതൊരു സംയുക്തവും കത്തിയാൽ നമുക്ക് രണ്ട് പ്രോഡക്റ്റുകളാണ് കിട്ടുന്നത്. ഒന്ന് കാർബൺ ഡൈ ഓക്സൈഡും മറ്റത് വാട്ടറും. ഹിയർ CH4 ആൻഡ് ഓക്സിജൻ ആർ കോൾഡ് റിയാക്റ്റൻസ്. അതിന് നമ്മൾ വിളിക്കുന്ന പേരാണ് അഭികാരകങ്ങൾ അല്ലെങ്കിൽ റിയാക്റ്റൻസ്. ആൻഡ് നമുക്ക് അവിടെ കിട്ടിയ പ്രോഡക്റ്റുകൾ എന്തൊക്കെയാണ്? CO2 ആൻഡ് H2O ആർ കോൾഡ് പ്രോഡക്ട്സ് അല്ലെങ്കിൽ ഉൽപ്പന്നങ്ങൾ. അപ്പോൾ അഭികാരകങ്ങൾ പ്രവർത്തിച്ചിട്ട് ഉൽപ്പന്നങ്ങൾ കിട്ടുന്നു, റിയാക്റ്റൻസ് പ്രവർത്തിച്ചിട്ട് നമുക്ക് എന്ത് കിട്ടുന്നു? പ്രോഡക്ട്സ് കിട്ടുന്നു. ദ റിയാക്റ്റൻസ് ആൻഡ് പ്രോഡക്ട്സ് ആർ ഗ്യാസസ് ആൻഡ് ആർ ഇൻഡിക്കേറ്റഡ് ബൈ G. റിയാക്റ്റൻസും പ്രോഡക്ട്സും അവ ഗ്യാസുകളാണെങ്കിൽ അവരുടെ അടിയിലായിട്ട് നമ്മൾ G എന്ന് കാണിക്കുക. ഇനി ലിക്വിഡ് അവസ്ഥയിലാണെങ്കിൽ നമ്മൾ L എന്ന് കാണിക്കുക. സോളിഡ് ആണെങ്കിൽ S എന്ന് കാണിക്കുക. അപ്പോൾ അങ്ങനെ നമുക്ക് ഓരോരുത്തരുടെയും ഏത് സ്റ്റേറ്റിലാണ് ഇരിക്കുന്നതെന്ന് നമുക്ക് കാണിക്കാൻ സാധിക്കും. ദ കോഎഫിഷ്യൻറ്റ് ഓഫ് സെക്കൻഡ് വൺ, അതായത് ഓക്സിജൻ്റെ കോഎഫിഷ്യൻ്റ് എന്ന് പറയുന്നത് നമ്മൾ 2 എന്നാണ്. അതുപോലെ നാലാമത്തെ കെമിക്കൽ അതായത് H2O കോഎഫിഷ്യൻറ്റ് 2 ആണ്. ദ കോഎഫിഷ്യൻറ്റ് ഓഫ് 2 ആൻഡ് 4 ആർ 2. ഒന്നിൻ്റെതാണെങ്കിൽ ഒന്നിൻ്റെയും മൂന്നിൻ്റെയും, അതായത് മീഥേൻ്റെയും കാർബൺ ഡൈ ഓക്സൈഡിൻ്റെയും അതെന്ന് പറയുന്നത് 1 ആണ്. ആൻഡ് ദീസ് നമ്പേഴ്സ് ആർ കോൾഡ് സ്റ്റോഷിയോമെട്രിക് കോഎഫിഷ്യൻസ്. അപ്പോൾ അതിൻ്റെ ഇക്വേഷനകത്ത് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇട്ട് കൊടുക്കുന്ന ആ സംഖ്യകളെ വിളിക്കുന്ന പേരാണ് എന്ത്? സ്റ്റോഷിയോമെട്രിക് കോഎഫിഷ്യൻസ് എന്ന് പറയും. ദ എബോവ് കെമിക്കൽ ഇക്വേഷൻ റിവീൽസ് ദ ഫോളോയിങ് ഫാക്ട്സ്. എന്തൊക്കെ കാര്യങ്ങളാണ് മേളിൽ കൊടുത്തിരിക്കുന്ന ഇക്വേഷൻ നമ്മളെ മുന്നിൽ വെളിപ്പെടുത്തുന്ന ഫാക്റ്റുകൾ എന്തൊക്കെയാണ്? ഒന്ന്, 1 mole of methane reacts with 2 mole of oxygen to give 1 mole of carbon dioxide and 2 mole of H2O. അതിൻ്റെ തന്നെ നമ്മൾ മോൾ എന്നതിന് പകരം നമ്മൾ മോളിക്യൂളിലോട്ടൊന്ന് കൺവേർട്ട് ചെയ്യുക. മോളിക്യൂൾ 1 molecule of methane reacts with 2 molecules of oxygen to give 1 molecule of carbon dioxide and 2 molecule of H2O. ഇനി ആ മോളിക്യൂളിന് പകരം നമ്മൾ ലിറ്റർ കണക്കിലോട്ട് മാറ്റുന്നു. STPയുടെ ലിറ്റർ കണക്കിലേക്ക് ഒന്ന് മാറ്റി പോകുന്നു. 22.4 liters ഓഫ് മീഥേൻ റിയാക്ട്സ് വിത്ത് 22.4 ലിറ്റർ എന്ന് പറയുന്നത് STPയിലെ ഒരു മോളിൻ്റെ വ്യാപ്തമാണ്. ഒരു മോൾ ഗ്യാസിൻ്റെ STPയിലെ വോളിയമാണ് 22.4 ലിറ്റേഴ്സ്. അങ്ങനെ വരുമ്പോഴത്തേക്ക് 2 മോൾസ് ആയപ്പോൾ 44.8 liters ഓഫ് ഓക്സിജൻ ടു ഗീവ് 22.4 liters ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് 44.8 liters ഓഫ് H2O. ഇനി അവരുടെ മാസുകളാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെങ്കിലോ 16 നമുക്ക് എങ്ങനെ കിട്ടി? 16 ഗ്രാം എന്ന്. കാർബണിൻ്റെത് 12, ഹൈഡ്രജൻ്റെത് 1, അങ്ങനത്തെ 4 ഉള്ളതുകൊണ്ട് ടോട്ടൽ നമുക്ക് അതിൻ്റെ മോളിക്കുലർ മാസ് എന്ന് പറയുന്നത് എത്ര കിട്ടും? 16 ഗ്രാം ഓഫ് മീഥേൻ റിയാക്ട്സ് വിത്ത് how many grams of oxygen? 32 into 2, that is equal to 64 gram of oxygen to give കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ മോളിക്കുലർ മാസ് എത്രയാണ്? കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ മോളിക്കുലർ മാസ് എന്ന് പറയുന്നത് 12 പ്ലസ് ഓക്സിജൻ്റെത് 16 ഇൻറ്റു 2, ടോട്ടൽ 44 ഗ്രാം. ആൻഡ് 36 ഗ്രാം ഓഫ് വാട്ടർ H2O. 36 എങ്ങനെ കിട്ടി? 18 അതിൻ്റെ മോളിക്കുലർ മാസ് ഇൻറ്റു 2. അപ്പോൾ നമുക്ക് ഇതൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയാൽ നമുക്ക് കൃത്യമായിട്ട് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് നമുക്ക് മനസ്സിലാവും. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് പഠിപ്പിക്കുന്നത് റിയാക്റ്റൻറ്റുകളുടെ മാസും പ്രോഡക്റ്റുകളുടെ മാസും ഒന്ന് തന്നെയായിരിക്കും. റിയാക്റ്റൻറ്റുകളുടെ മാസും പ്രോഡക്റ്റുകളുടെ മാസും ഒന്ന് തന്നെയാണ്. 16 പ്ലസ് 64 80. അപ്പോൾ 80 ഗ്രാം റിയാക്റ്റൻസ് പ്രവർത്തിക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടണം? പ്രോഡക്റ്റ് 80 ഗ്രാം തന്നെ കിട്ടണം. 80 ഗ്രാം ഉണ്ടോയെന്ന് നോക്കിയേ. 44 പ്ലസ് 36 80 ഗ്രാം പ്രോഡക്റ്റ് നമുക്ക് കിട്ടി. അങ്ങനെ നമുക്ക് വേറൊരു ചോദ്യം ഒന്ന് പരിചയപ്പെടാൻ വേണ്ടിയിട്ട്. കാൽക്കുലേറ്റ് ദ എമൗണ്ട് ഓഫ് വാട്ടർ പ്രൊഡ്യൂസ്ഡ് ബൈ കമ്പസ്റ്റൻ ഓഫ് 16 ഗ്രാം ഓഫ് മീഥേൻ. 16 ഗ്രാം മീഥേന് കത്തിയപ്പോൾ എത്ര ഗ്രാം വാട്ടറാണ് ഉണ്ടാകുന്നത്? അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ബാലൻസ്ഡ് ഇക്വേഷൻ എഴുതണം. ബാലൻസ്ഡ് ഇക്വേഷൻ എന്ന് പറയുന്നത് CH4 പ്ലസ് 2O2 ഗിവ്സ് CO2 പ്ലസ് 2H2O. ഇനി നമുക്കതിനെ ഒന്ന് ഓരോന്നായിട്ടൊന്ന് കൺസിഡർ ചെയ്ത് നോക്കാം. 1 മോൾ ഓഫ് മീഥേൻ റിയാക്ട്സ് വിത്ത് 2 മോൾസ് ഓഫ് ഓക്സിജൻ ടു ഗീവ് 1 മോൾ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് 2 മോൾസ് ഓഫ് വാട്ടർ. ഇനി അതിനെ ഗ്രാമിലോട്ടൊന്ന് കൺവേർട്ട് ചെയ്ത് വയ്ക്കുക. നമ്മൾ നേരത്തെ മേളിൽ എഴുതിയതുപോലെ 16 ഗ്രാം മീഥേൻ പ്ലസ് 64 ഗ്രാം ഓക്സിജൻ ഗിവ്സ് 44 ഗ്രാം പ്ലസ് 36 ഗ്രാം. ചോദ്യത്തിൻ്റെ ഉത്തരവായി. അതായത് ചോദ്യം എന്തായിരുന്നു? 16 ഗ്രാം മീഥേൻ കത്തിയാൽ എത്ര ഗ്രാം വാട്ടർ കിട്ടും? ഉത്തരം 36 ഗ്രാം വാട്ടർ. ഇനി വേറൊരു ചോദ്യം ഒന്ന് നോക്കി. ഹൗ മെനി മോൾസ് ഓഫ് മീഥേൻ ആർ റിക്വയർഡ് ടു പ്രൊഡ്യൂസ് 22 ഗ്രാം ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ആഫ്റ്റർ കമ്പസ്റ്റൻ?
നമ്മൾ മീഥേനെ കത്തിക്കുമ്പോൾ നമുക്ക് 22 ഗ്രാം കാർബൺ ഡൈ ഓക്സൈഡ് കിട്ടി. അങ്ങനെയാണെങ്കിൽ എത്ര മോൾ മീഥേനെ കത്തിച്ചാലായിരിക്കും 22 ഗ്രാം കാർബൺ ഡൈ ഓക്സൈഡ് നമുക്ക് കിട്ടുക? അപ്പോൾ അതിന് നമുക്ക് വേണ്ടുന്നത് എന്താ? അതിൻ്റെ ഇക്വേഷനാണ്. CH4 പ്ലസ് 2O2 gives carbon dioxide plus 2H2O. 1 mole methane reacts with 2 mole of oxygen to give 1 mole carbon dioxide and 2 moles of water. അതായത് 16 ഗ്രാം മീഥേന് 64 ഗ്രാം ഓക്സിജനുമായിട്ട് പ്രവർത്തിച്ചാൽ 44 ഗ്രാം കാർബൺ ഡൈ ഓക്സൈഡും 36 ഗ്രാം വാട്ടറും കിട്ടും. അപ്പോൾ ഉത്തരം ഏകദേശമൊക്കെ ആ ഉത്തരത്തിനോട് അടുത്ത് വരുന്നു. നമുക്ക് ഉള്ളത് എത്രയേ ഉള്ളൂ? ഇവിടെ 44 ഗ്രാം കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടായി നമ്മുടെ ഇക്വേഷൻ പ്രകാരം. പക്ഷേ നമുക്ക് ഈ ചോദ്യത്തിൽ കിട്ടിയിരിക്കുന്നത് 22 ഗ്രാം കാർബൺ ഡൈ ഓക്സൈഡ് എന്നേ ഉള്ളൂ. അതുകൊണ്ട് നമുക്ക് ഈ 44നെ 22 ആക്കണമെങ്കിൽ 2 കൊണ്ട് ത്രൂ ഔട്ട് എന്ത് ചെയ്യുക? ഡിവൈഡ് ചെയ്യുക. ഇപ്പോൾ 22 ഗ്രാം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എത്ര ഗ്രാം മീഥേനാണ് കത്തിക്കേണ്ടത്? വെറും 8 ഗ്രാം മീഥേനാണ് കത്തിക്കേണ്ടത്. ഇനി 8 ഗ്രാമിനെ നമ്മൾ എന്തിലോട്ട് കൺവേർട്ട് ചെയ്യണം? അപ്പോൾ നമുക്ക് കിട്ടിയത് ഗ്രാമിലാണ്, ചോദ്യം മോളിലാണ്. അങ്ങനെയാണെങ്കിൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് മീഥേൻ ഇസ് ഈക്വൽ ടു W/M. W എന്ന് പറയുന്നത് 8 ഡിവൈഡ് ബൈ M, അതിൻ്റെ മോളിക്കുലർ മാസ് 16. 8 ഡിവൈഡ് ബൈ 16 ദാറ്റ് ഇസ് 0.5 മോൾ അല്ലെങ്കിൽ 1/2 മോൾ. ഇനി അടുത്ത വേറൊരു ചോദ്യം നോക്കി. ഫൈൻഡ് ദ നമ്പർ ഓഫ് ആറ്റംസ് ഇൻ 24 ഗ്രാം ഓഫ് കാർബൺ. അത് നമ്മുടെ മോൾ കോൺസെപ്റ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചോദ്യമാണ്. ഫൈൻഡ് ദ നമ്പർ ഓഫ് ആറ്റംസ് ഇൻ 24 ഗ്രാം ഓഫ് കാർബൺ എന്ന് പറയുന്നത്. അതിൽ അറ്റോമിക് മാസ് ഓഫ് കാർബൺ നമുക്കറിയാം 12 ഗ്രാം എന്നാണ്. അങ്ങനെയാണെങ്കിൽ നമ്പർ ഓഫ് മോൾസിലോട്ട് മാറ്റാൻ വേണ്ടി എന്ത് ചെയ്യണം? നമ്പർ ഓഫ് മോൾസ് ഇസ് ഈക്വൽ ടു ഗിവൺ മാസ് 24 ഗ്രാം ഡിവൈഡ് ബൈ 12 ഗ്രാം ദാറ്റ് ഇസ് ഈക്വൽ ടു 2 മോൾസ്. ഇനി കാർബൺ എന്ന് പറയുന്നത് മോണോ അറ്റോമിക് ആണ്. അതുകൊണ്ട് 2 മോളിനകത്ത് എത്ര ആറ്റങ്ങളുണ്ട്? നമ്പർ ഓഫ് ആറ്റംസ് ഇസ് ഈക്വൽ ടു 2 ഇൻറ്റു അവഗാഡ്രോ നമ്പർ. വേറൊരു ചോദ്യം നോക്കി. കാൽക്കുലേറ്റ് ദ മാസ് ഓഫ് 1.5 ഗ്രാം ആറ്റം ഓഫ് കാൽസ്യം. അതിനകത്ത് കാൽസ്യത്തിൻ്റെ മാസ് കണ്ടുപിടിക്കുക, W കണ്ടുപിടിക്കുക. അപ്പോൾ ആദ്യം അറ്റോമിക് മാസ് ഓഫ് കാൽസ്യം ഇസ് ഈക്വൽ ടു 40 ഗ്രാം. 1 ഗ്രാം ആറ്റം എന്ന് പറയുന്നത് എന്താണ്? ഒരു മോളിൻ്റെ ഭാരം. കാൽസ്യത്തിൻ്റെ ഒരു മോളിൻ്റെ ഭാരം എന്ന് പറയുന്നത് അതിൻ്റെ അറ്റോമിക് മാസാണ്. ഒരു മോൾ ആറ്റത്തിൻ്റെ ഭാരം എന്ന് പറയുന്നത് അതിൻ്റെ അറ്റോമിക് മാസാണ്. ഇപ്പോൾ 1 ഗ്രാം ആറ്റം എന്ന് പറയുമ്പോഴത്തേക്ക് അതിൻ്റെ അറ്റോമിക് മാസ് 40 ഗ്രാം. നമുക്ക് എത്രയേ ഉള്ളൂ? 1.5 ഉള്ളൂ. 1.5 ആകുമ്പോഴത്തേക്ക് W ഇസ് ഈക്വൽ ടു W ആണ് നമുക്ക് എടുക്കേണ്ടത്. അപ്പോൾ N ഇസ് ഈക്വൽ ടു W/M. ഇവിടെ 1.5 മോളാണ് തന്നിരിക്കുന്നത്. 1.5 ഗ്രാം ആറ്റമാണ് തന്നിരിക്കുന്നത്. 1.5 ഗ്രാം ആറ്റം ആയതുകൊണ്ട് 1.5 മോളിനകത്ത് എത്ര W ഉണ്ടെന്ന് കണ്ടുപിടിക്കണം. അതിന് വേണ്ടിയിട്ട് N ഇസ് ഈക്വൽ ടു W/M. W ഇസ് ഈക്വൽ ടു N ഇൻറ്റു M. 1.5 ഇൻറ്റു 40 ദാറ്റ് ഇസ് ഈക്വൽ ടു 60 ഗ്രാം. മറ്റൊരു ചോദ്യം നോക്കി. കാൽക്കുലേറ്റ് ദ മാസ് ഓഫ് 1.8 ഗ്രാം ആറ്റം ഓഫ് മഗ്നീഷ്യം. ഗ്രാം ആറ്റം അതായത് മോൾ. കാൽക്കുലേറ്റ് ദ മാസ് ഓഫ് 1.8 ഗ്രാം ആറ്റം ഓഫ് മഗ്നീഷ്യം. 1 ഗ്രാം ആറ്റം ഓഫ് മഗ്നീഷ്യം ഈസ് ഈക്വൽ ടു അതിൻ്റെ അറ്റോമിക് മാസ് 24 ഗ്രാം. നമുക്ക് തന്നിരിക്കുന്നത് 1.8 ഗ്രാം ആറ്റം ആണെങ്കിൽ അതിനെ നമ്മൾ എന്ത് ചെയ്യുക? 1.8 ഇൻറ്റു 24 43.2 ഗ്രാം. Calculate the number of gram atoms in 12.8 gram of oxygen. അതിൻ്റെ അറ്റോമിക് മാസ് എന്ന് പറയുന്നത് 16 ഗ്രാം ആണ്. 1 ഗ്രാം ആറ്റം ഓഫ് ഓക്സിജൻ എന്ന് പറയുന്നത് 16 ഗ്രാം ആണ്. തന്നിരിക്കുന്ന ഭാരം W ഇസ് ഈക്വൽ ടു 12.8. ക്വസ്റ്റ്യൻ എന്താണ്? നമ്പർ ഓഫ് ഗ്രാം ആറ്റംസ് എന്ന് പറയുമ്പോഴത്തേക്ക് N ആണ് കണ്ടുപിടിക്കേണ്ടത്. N കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് W തന്നിട്ടുണ്ട്, M നമ്മുടെ കയ്യിലുണ്ട് താനും. നമുക്ക് അതിനെ എന്ത് ചെയ്യുക? നമ്പർ ഓഫ് മോൾസിലോട്ട് കൺവേർട്ട് ചെയ്യുക. നമ്പർ ഓഫ് gram atoms is equal to 12.8 gram of oxygen. In 12.8 gram of oxygen is equal to 12.8 divided by 16, 0.8 moles.